ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിൻ്റെ പരപ്പളവും ചുറ്റളവും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതിൽ ഒരു സൈഡ് എൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും എൽ ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ബി ആണെങ്കിൽ ഈ സൈഡും ബി ആയിരിക്കും. ഇനി ഈ ഉള്ളിൽ മാർക്ക് ചെയ്തേക്കണ ഭാഗത്തിൻ്റെ മെഷർമെൻ്റാണ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. എല്ല് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററും. അപ്പോൾ അത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ആൻസർ 5 ഇൻറ്റു 4 20 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയ കാരണം കൊണ്ടാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ വന്നത്. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലാണെങ്കിൽ ആൻസർ മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കി നോക്കാം. പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ചുറ്റുമുള്ള സൈഡുകളുടെ ലെങ്ത്തിൻ്റെ മൊത്തം നീളത്തിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. നമുക്ക് ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2 ഇൻറ്റു ലെങ്ത്ത് 6 ആണ്, ബ്രെഡ്ത്ത് 4. അപ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് 4 10. ഇനി ആൻസർ 2 ഇൻറ്റു 10 20 സെൻറ്റിമീറ്റർ.